നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. വൈകാരിക ഭാരത്തിൽ നിന്നും ഫ്രീ ആയി ആശ്വാസത്തോടെ ശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരിക്കൽ സമ്മർദ്ദത്തിലും വൈകാരികമായി തളർത്തിയിരുന്നതുമായ കാര്യങ്ങളിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് മാറ്റം, കുറ്റബോധം, നിരാശ, മുന്നോട്ട് പോകുവാനുള്ള പേടി, പഴയ സാഹചര്യങ്ങളിലുള്ള അറ്റാച്ച്മെന്റ്, അതുപോലെ മറ്റുള്ളവരുടെ അപ്രൂവൽ വേണം എന്നുള്ള അവസ്ഥ, മാറ്റപ്പെടേണ്ട പാറ്റേൺസ് എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ അധ്യായത്തെ പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ കടന്നു വന്ന ഒരു സാഹചര്യവും അനുഭവവും അർത്ഥമില്ലാത്തവയല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കുവാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു, അവയിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു, ആരെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളെ പിന്തുണച്ചു, നിങ്ങളെ സഹായിച്ചു എന്നിവയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള അവസരം ഇവ നൽകി. നിങ്ങളെ വിലക്കുവാൻ ഒരു ശക്തി ഉണ്ടായിട്ടും അതിനെ അവഗണിച്ച് നിങ്ങൾ സ്വയം ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തിയത് എല്ലാം മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവയെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, ഓരോരുത്തരോടും എത്ര അടുത്ത് ഇടപഴകണം, ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാം ഈ ബൃഹത്തായ പാഠം നിങ്ങൾക്ക് പാഠം നൽകി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിനെ വെറുതെ തള്ളിക്കളയാതെ അവയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേദനയെ റിലീസ് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ പാറ്റേൺസ് പിന്തുടരുന്നതിന് പകരം അനുഭവം, വിവേകം, പക്വത എന്നിവയിൽ പുതിയ അധ്യായത്തെ രൂപീകരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. ഭഗവാനെ നിങ്ങളൊരു പ്രത്യേക സ്ഥലത്തോ വ്യക്തിയിലോ സാഹചര്യത്തിലോ ചുരുക്കേണ്ടതില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഭഗവാന്റെ ഡീപ്പർ സ്പിരിച്വൽ പ്രസൻസ് തിരിച്ചറിയുവാനുള്ള മെസ്സേജ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ചിഹ്നങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നതിന് പകരം നിങ്ങളുടെ അടുത്ത് തന്നെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത്, നിങ്ങളോടൊപ്പം തന്നെ ഭഗവാനുമുണ്ട്. നിങ്ങൾ ഭഗവാന്റെ പ്രസൻസ് അറിയുന്നതിന് വേണ്ടി ശാന്തമായ മനസ്സോടെ നിലനിൽക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, സമർപ്പിക്കുക, ആത്മീയ ബോധം നിലനിർത്തുക എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും, അതുപോലെ വ്യക്തികളിൽ നിന്നും, നെഗറ്റീവ് സംഭാഷണങ്ങളിൽ നിന്നും, വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിൽ നിന്നും, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ശക്തമായ ബൗണ്ടറി നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ വൈകാരികതയെ തകർക്കുവാൻ ഒരാളെയും നിങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ അവരെ സ്നേഹിക്കുക തന്നെ വേണം എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. എന്ത് സ്വീകരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് അവഗണിക്കണം എന്നുള്ള പൂർണ്ണ ബോധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ പുറമേ നിന്നുള്ള വാലിഡേഷന് വേണ്ടി ശ്രമിക്കാതെ നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഗുണങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളിലുള്ള ദയ, അനുകമ്പ, ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ്, അതുപോലെ ആത്മീയ ഗുണങ്ങൾ, യുണീക്നെസ്, വ്യക്തിത്വം എന്നിവയെല്ലാം നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്ത് സ്വയം ചെറുതാണ് എന്നുള്ള മുദ്ര നിങ്ങൾ സ്വയം ചുമത്താതിരിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർക്ക് മുന്നിൽ
തെളിയിച്ചു കാണിക്കേണ്ടതുമില്ല എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ പാതയെ ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രാപ്യമാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും അതുപോലെ മുമ്പത്തേതിലും അധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നതിലേക്കും നിങ്ങൾ മാറ്റപ്പെടുന്നതാണ് എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അടുത്ത കാര്യം കിട്ടിയാൽ കൂടുതൽ സന്തോഷം ലഭിക്കും എന്നുള്ള ചിന്തയേക്കാൾ ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്ദിയും ഇമോഷണൽ മെച്യൂരിറ്റിയും സെൽഫ് വർത്തും ഉള്ളവരാകുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ തൃപ്തരായി മാറുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണ അലൈൻമെന്റ് തരുന്നവ എന്താണോ അവയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ആത്മാർത്ഥമായ ആശയവിനിമയവും മ്യൂച്വൽ ചോയ്സും അതുപോലെ പങ്കാളിത്തവും ഒത്തുചേരുമ്പോഴാണ് അറ്റാച്ച്മെന്റിനേക്കാൾ ഉപരി ഒരു ബന്ധം ദൃഢമാകുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും റിലീസ് ചെയ്യുക. ഇവയിൽ നിന്ന് എന്താണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കി ഭഗവാനിൽ കണക്ട് ചെയ്യുക. നിങ്ങളിൽ നിന്നും വേദന റിലീസ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക. സത്യത്തിന് വേണ്ടി നിലനിൽക്കുക. തൃപ്തിയോടെ സദാസമയവും നിലനിൽക്കുക. നന്ദി ഉള്ളവരാകുക. ഹൃദയത്തിന് അനുയോജ്യമായവ, ബോധപൂർവമായവ എന്നിവ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ അതിജീവിച്ചത് പേടി, അറ്റാച്ച്മെന്റ്, മറ്റ് പ്രതീക്ഷകൾ എന്നിവ അടങ്ങിയ ഒരു അധ്യായമാണ്. അതുപോലെ പാസ്റ്റിലെ ലെസൺസ് ഉൾക്കൊണ്ടുകൊണ്ട് വേദനകളെ നിങ്ങൾ കളഞ്ഞ് സമാധാനം നിലനിർത്തി മുന്നോട്ട് പോവുക. നിങ്ങളിലുള്ള ഗുണത്തെ ഷൈൻ ചെയ്യുവാനായി നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതിനാൽ നിങ്ങളുടെ പാതയെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളിലും ഭഗവാനിലും അലൈനാകുമ്പോൾ വൈകാരിക നിറവിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുകയും നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജസ് എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ പഴയ പാറ്റേൺസിൽ നിന്നും പുറത്തു വരുന്ന നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് നിങ്ങളുടെ സോളിനും നിങ്ങളുടെ മൂല്യത്തിനും അധിഷ്ഠിതമായി തന്നെ ആയിരിക്കണം എന്നുള്ള മെസ്സേജും ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഭഗവാൻ മെസ്സേജ് തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുക. നന്ദി, നമസ്കാരം.